നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യം. ഭാര്യയെ ഭർത്താവും അനുജനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഇരുവരെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്താകോട്ടയിൽ ഗൃഹനാഥൻ തൂങ്ങിമരിച്ച സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകി. ശാസ്താകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ഷാജഹാന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മരണത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M രാജീവ് പതാക ഉയർത്തി. വിശദമായ വാർത്തകളിലേക്ക്. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ ഭർത്താവും ഭർത്താവിന്റെ അനുജനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ രണ്ടുപേരെ കൊല്ലം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ തല അടിച്ചുപൊട്ടിക്കുകയും കാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേർ അറസ്റ്റിലായത്. കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ പെരിങ്ങള്ളൂർ ഒഴുകുപാറയ്ക്കൽ ശ്രീവത്സത്തിൽ 40 വയസ്സുള്ള ജയകുമാരിയാണ് അക്രമത്തിന് ഇരയായത്. ഉമ്മന്നൂർ വിലങ്ങറ ചന്ദ്രവിലാസത്തിൽ 48 വയസ്സുള്ള കൃഷ്ണകുമാറിനെയും സഹോദരൻ വിനോദ് കുമാറിനെയുമാണ് ചടയമംഗലം പോലീസ് തട്ടത്തുമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 26 രാവിലെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. ഏറെ നാളുകളായി കൃഷ്ണകുമാറും ജയകുമാരിയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഒരു വീട്ടിൽ താമസിച്ചു വരവെയാണ് പ്രതി അനുജനെയും കൂട്ടി ജയകുമാരിയെ ആക്രമിച്ചത്. സംഭവ ദിവസം ജയകുമാരിയുടെ ഭർത്താവും അനുജനും പിക്കപ്പ് ലോറിയിൽ വരികയും വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു. പ്രതികളെ കണ്ട് അടുക്കളയിൽ നിന്ന് ജയകുമാരി ഓടി മുറ്റത്തേക്കിറങ്ങി. കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്കമ്പ് ഉപയോഗിച്ച് ജയകുമാരിയുടെ തലയിൽ അടിക്കുകയായിരുന്നു. തറയിൽ വീണ ജയകുമാരിയുടെ ഇരു കാലുകളും മുളങ്കമ്പ് ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു. കൃഷ്ണകുമാറിന്റെ അനുജൻ കയ്യിൽ കരുതിയിരുന്ന ജാക്കി ലിവർ കൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു. തുടർന്ന് അന്വേഷണം നടത്തിയ ചടയമംഗലം പോലീസ് ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കല്ലേലി ഭാഗം മൈനാഗപ്പള്ളി സ്വദേശികളെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സരാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവർ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുതുവത്സരാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ 4 പേരെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊടിയൂർ കല്ലേലി ഭാഗം കൊല്ലിത്തറത്തേക്കതിൽ A അൻവർ, മൈനാഗപ്പള്ളി നൌഫൽ മൻസിലിൽ A നൌഷാദ, കല്ലേലി ഭാഗം കാട്ടുകുന്നുപുറം K ഷാജി, കല്ലേലി ഭാഗം കൊല്ലിത്തറത്തേക്കതിൽ A ഷമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സരം ആഘോഷിക്കുകയായിരുന്ന രാജേഷിന്റെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ കൂടി ബൈക്ക് ഓടിച്ചുകൊണ്ടുപോയ നൌഷാദിനെ ഇവർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ വിരോധത്തിൽ നൌഷാദിന്റെ സുഹൃത്തുക്കൾ രാജേഷിനെയും സുഹൃത്തുക്കളെയും മർദ്ദിച്ച് അവശരാക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളത്ത് പോലീസിന്റെ ലാത്തിയടിയേറ്റ് 9 വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ മാതാപിതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് ലൈനിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പുതുവത്സരാഘോഷത്തിനിടെ എത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുതുവത്സരാഘോഷത്തിനിടെ 9 വയസ്സുകാരന് ലാത്തിയടിയേറ്റ സംഭവത്തിലാണ് ചൈൽഡ് ലൈനിനും ഉന്നത പോലീസ് അധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷനും മാതാപിതാക്കൾ പരാതി നൽകിയത്. ചേർന്നുമായിട്ട് മോന് പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പോഴത്തേക്ക് രണ്ട് പോലീസുകാർ ആദ്യമേ വന്ന് അത് കഴിഞ്ഞ് എന്തിനാ പടക്കം പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയി. ഞാൻ പക്ഷേ എൻ്റെ ഇളയവനുമായിട്ട് അത് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്. അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വലിയവരെ അടിക്കും, കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. സംഭവത്തിൽ 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 10ഓളം പേർക്കാണ് പോലീസ് ലാത്തി വീശിയപ്പോൾ പരിക്കേറ്റത്.
കായകുളം എരിവ തോട്ടുകടവിൽ അജയൻ അശ്വനി ദമ്പതികളുടെ മകൻ അക്ഷയ്ക്കാണ് ലാത്തിയടിയേറ്റത്. കഴിഞ്ഞ പുലർച്ചെയായിരുന്നു സംഭവം. വീടിന് സമീപത്തെ റോഡിൽ അച്ഛനുമൊത്ത് പടക്കം പൊട്ടിക്കുന്നത് കാണാനെത്തിയപ്പോഴാണ് പോലീസ് അടിച്ചതെന്ന് അക്ഷയ് പറഞ്ഞു. എരിവ കോഴിക്കപ്പടിയിൽ പുതുവത്സരാഘോഷത്തിനിടെ ഞാനും അച്ഛനും കൂടെ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പോയപ്പം പടക്കം പൊട്ടിക്കുന്നിടത്ത് പോലീസും അണ്ണന്മാരുമായിട്ട് വഴക്കുണ്ടായി. വേഗം ഞങ്ങൾ അവിടെ പോയപ്പം എന്നെ അച്ഛനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു വെള്ള ടീഷർട്ടും ഒരു കാക്കി കണക്കത്തെ പാന്റും ഷൂസും ഇട്ട ഒരു കറുത്ത മുഖമുള്ള അയാൾ വന്ന് എന്റെ അച്ഛനെ അടിച്ചും എന്നെ അടിച്ചു. നാട്ടുകാർ പടക്കം പൊട്ടിക്കുന്നത് ഇതുവഴി എത്തിയ പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും തമ്മിൽ തർക്കമുണ്ടാവുകയും പോലീസ് ലാത്തി വീശുകയുമായിരുന്നു. വീടുകളിൽ കയറി ഉൾപ്പെടെ പോലീസ് ലാത്തി വീശി. നിരവധി പേർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഗൃഹനാഥൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ പരാതി നൽകി. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ഷാജഹാന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. പോക്സോ കേസിൽ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഒപ്പിടണമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെത്തിയ ഇയാളെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങളുടെ ഇവിടെ കല്ലേറ്, വീട്ടിന് കല്ലേറ്, മാത്രമല്ല ചീത്തവിളി, ബഹളം ഒന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വാപ്പ ആയാലും ഇതെല്ലാം കേട്ട് പുള്ളിയാണെങ്കിൽ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും കയറിയിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും പുള്ളി നോവിച്ചിട്ടില്ല. അങ്ങനെ ഒരാളാണ്. അപ്പം ആ ആളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ആൾ സഹിക്കത്തില്ല, ഒരിക്കലും സഹിക്കത്തില്ല. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒപ്പിട്ട് മടങ്ങിയയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ബന്ധുക്കൾ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോപീഡനമാണ് പള്ളിശ്ശേരിക്കൽ കോഴിപ്പുറത്ത് പണിയിട്ടതിൽ 53-കാരനായ ഷാജഹാന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. വീടിന് സമീപത്ത് 9 മാസം മുമ്പ് പോക്സോ കേസ് നടന്നിരുന്നു. കേസിൽ ഷാജഹാനെയും ഉൾപ്പെടുത്താൻ ഇരയുടെ വീട്ടുകാർ ശ്രമം നടത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ശാസ്താംകോട്ട പോലീസിലും ഡിവൈഎസ്പിക്കും ഇവർ പരാതി നൽകിയെങ്കിലും ഷാജഹാന് കേസിൽ പങ്കില്ലെന്ന് ബോധ്യമായതോടെ പോലീസ് കേസെടുത്തില്ല. ഇതോടെ ഇരയുടെ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടതോടെ ഷാജഹാന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. രണ്ടുപേരെ ഹൈക്കോടതി കൊടുത്തിട്ട് അവര് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. അപ്പം ക്രൈംബ്രാഞ്ചിൽ നിന്ന് അങ്ങനെയാണ് 2-3 ദിവസം മുന്നേ ഇവിടെ വിളിപ്പിച്ചത്. ഉമ്മായും വാപ്പായും എൻ്റെ നാത്തൂനെയും വിളിപ്പിച്ചു. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. ആ 4 പേരുടെ പേരിൽ ഇത് കേസ് കൊടുത്തു. ഫസ്റ്റ് ഞങ്ങൾ ഉമ്മയുടെ പേരിലാണ് കേസ് കൊടുത്തത്. ഉമ്മയുടെ പേര് കേസ് കൊടുത്ത് അത് വിലക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് വാപ്പയുടെ പേരിലും എൻ്റെ ആങ്ങളുടെ പേരിലും പോക്സോ ഇപ്പം അതാണല്ലോ അത് ചുമത്തിയാണ് കേസ് കൊടുത്തത്. അതായത് വിലക്കുമെന്നും പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് പോയ അന്നും വാപ്പ എന്നെ വിളിച്ച് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മോളെ നിരപരാധിയായ എന്നെ എന്തായാലും അവർ ജയിലിൽ അടയ്ക്കത്തില്ല. വാപ്പ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിന് കുറ്റക്കാർ ഇവരെല്ലാം ആണ്. നമ്മളെ പ്രതി ചേർത്തവരെല്ലാവരെയും ഇതിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ വാപ്പ പറഞ്ഞായിരുന്നു. അന്ന് മരിക്കുന്നതിന് അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്. വാപ്പ ഇനി ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ വാപ്പ വളരെ മാനസികമായിട്ട് ഇതായിട്ടാണ് സംസാരിച്ചത്. കരഞ്ഞിട്ടൊക്കെയാണ് പറഞ്ഞത്. വാപ്പാക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. വാപ്പാക്ക് നീതി കിട്ടിയേ പറ്റും. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ആത്മഹത്യ വക്കിലാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് മരിക്കും, അത്രയേ ഉള്ളൂ. കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഒപ്പിടണമെന്ന ഹൈക്കോടതിയുടെ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഷാജഹാനും മരുമകളും ഓഫീസിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മരുമകളുടെ മുന്നിൽ വെച്ച് ഷാജഹാനെ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതായാണ് ബന്ധുക്കൾ പറയുന്നത്. ആ വിനോദ് സാർ ഇരിക്കാൻ വന്നപ്പോൾ ആ പുള്ളി അറിഞ്ഞിരിക്കേണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മുഴയെടുത്ത് നല്ല രീതിയിൽ ഹരാസ് ചെയ്ത് രണ്ടാമത്തെ ആകുമ്പോൾ നമ്മുടെ ജാമ്യം കേസ് അവരെന്തോരും മാത്രം ചെലവ് പറഞ്ഞു. ഞാൻ ചെല്ലണ്ടാവും പറഞ്ഞു. അപ്പോൾ അതിനെ കളിച്ച് ടെൻഷൻ ആയിട്ട് ജാമ്യം തീരും. പുള്ളി പറയും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ജാമ്യം തീരും. അന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. അതിനായി സമ്മതിപ്പിക്കാനായി പിന്നെ തെറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴും പറയേണ്ട വന്നത് നമ്മളോട് നിറഞ്ഞ പോലെ ഇവിടെ വരെ അല്ലായിരുന്നു പറയുന്നത്.
ഇതിനുശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഷാജഹാൻ. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷാജഹാനെ കണ്ടത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം കബറടക്കി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. ജി ദേവരാജൻ സാംസ്കാരിക കലാകേന്ദ്രം, കൊയിലോൺ മ്യൂസിക് ക്ലബ്ബ് ആൻഡ് കൊയിലോൺ മ്യൂസിക് അക്കാദമിയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം നടത്തി. ശങ്കർ നഗർ റെസിഡൻഷ്യൽ ഹാളിൽ നടന്ന സംഗീത കൂട്ടായ്മ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ റോൾഡൻ ജേക്കബ് കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒരു ആശങ്കയില്ലാതെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കൊച്ചുകുഞ്ഞുങ്ങളൊന്നും പാടുന്നത് അവർക്ക് യാതൊരു പരിഭവവും ആശങ്കയുമില്ല. അതൊന്നും പാടുക എന്ന് പറയുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും വന്ന് വളരെ സുന്ദരമായ മധ്യമായ സ്ഥലത്ത് പാടുന്ന സന്തോഷമുണ്ട്. എനിക്കിന്ന് മാത്രം എന്താ കൊള്ളാറുണ്ട് അല്ലെങ്കിൽ ഇടവകയിൽ പരിപാടി എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ആശങ്കപ്പെടുന്നത്. താമസിക്കും. സംഗീതാധ്യാപകൻ MA ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി D ഷൈൻദേവ് മുഖ്യ പ്രഭാഷണം നടത്തി. GDSK പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ആശ്രാമം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. GDSK രക്ഷാധികാരി ആശ്രാമം സജീവ്, മീഡിയ ഹെഡ് ഷിബു റാവുത്തർ, രവികുമാർ, ശ്യാം കടവൂർ, ശ്രീകാന്ത്, ഗായകരായ സുനിൽ, CPSC, ദേവരാജൻ, സജു ആശ്രാമം, അജിത് സെൻ, അജിത് ബിജിൽ, അരുൺ ഭാസ്കർ, ഗിരീഷ് ഓലയിൽ, സുമാ പ്രസാദ്, രാജീവ് വിശ്വംഭരൻ, പ്രദീപ് P, ആർച്ച അജയ്, സുരേഷ് ബാബു, ഷാനവാസ്, അശോകൻ മരുത്തടി, കാർത്തിക എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പൗരപ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് കൊല്ലം മേഖലാ സമ്മേളനം BHC പാലസ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ നടത്തി. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M രാജീവ് സമ്മേളന നഗരിക്ക് മുന്നിൽ പതാക ഉയർത്തിയതോടെയാണ് COA കൊല്ലം മേഖലാ സമ്മേളനം ആരംഭിച്ചത്. M രാജീവിന്റെ അധ്യക്ഷതയിൽ തുടർന്ന് നടന്ന കൊല്ലം മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 10ാമത്തെ വലിയ ISP ആയിട്ട് നമ്മൾ മാറി. ആ ആഘോഷം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കകം നമ്മൾ ടോപ്പ് 8 ആയി മാറി. 10 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള, 25 ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയുള്ള വലിയൊരു സംവിധാനമായി നമ്മൾ മാറി. ഈ സംവിധാനം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ രീതികളിൽ നിന്നും ഒരുപാട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. മേഖലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി അമീർ ഖാൻ മേഖലാ റിപ്പോർട്ടും, മേഖലാ ട്രഷറർ NR ജൈജു സാമ്പത്തിക റിപ്പോർട്ടും, മേഖലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി അനുശോചന പ്രമേയവും, മേഖലാ ഓഡിറ്റർ MS മനു ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ അനിൽ മണിമന്ദിരം, സംസ്ഥാന കമ്മിറ്റി അംഗവും KCBL ഡയറക്ടറുമായ P സുരേഷ് ബാബു, COA സംസ്ഥാന കമ്മിറ്റി അംഗം S സാജൻ, ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് S പിള്ള, ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മനോജ് കുര്യാക്കോസ് വൈദ്യർ, ലുലു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ E നൌഷാദ്, T വിനോദ് കുമാർ, CTV രക്ഷാധികാരി A പരീത് കുഞ്ഞ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന നാടകരാവിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. ഇടപ്പള്ളിക്കോട്ട മുതൽ കന്നിട്ടക്കടവ് വരെയാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്.
പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. ഇടപ്പള്ളി കോട്ടയിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര കന്നിട്ടക്കടവിൽ സമാപിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ സമരരൂപമായ നാടകം കാണാൻ 2 മണിക്കൂർ 10 മിനിറ്റ് നിങ്ങൾ നാടകം കാണാൻ വരൂ എന്ന് പറയുന്നതിനപ്പുറം ആ നാടകത്തെ ഉൾച്ചേർത്തുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ ആ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും പ്രോഗ്രസീവ് ഗ്രന്ഥശാലയ്ക്കുള്ള അഭിപ്രായവും ആശയവും പങ്കുവെച്ചുകൊണ്ട് ആ ആശയം പങ്കുവെക്കുവാൻ കേരളത്തിലെമ്പാടുമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ സാംസ്കാരികോത്സവമായി പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നാടകോത്സവം മാറുന്നത് അഭിമാനകരമാണ്. പ്രസിഡന്റ് പൊന്മന നിഷാദ് അധ്യക്ഷത വഹിച്ചു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല എല്ലാ വർഷങ്ങളിലും നടത്തി വരാറുള്ള നാടകസന്ധ്യ ഇത്തവണ നാളെ ആരംഭിക്കുകയാണ്. 71 വർഷങ്ങൾക്കപ്പുറം ഞങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ ആരംഭിച്ച പ്രോഗ്രസീവ് ലൈബ്രറി കേവലം വായനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിൽ ഉപരിയായി നാടിൻ്റെ വികസനോന്മുഖമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് നാടിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന എല്ലാ പരിപാടികളും കൃത്യതയോടെ നിർവഹിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു എ ഗ്രേഡ് ഗ്രന്ഥാലയമാണ് പ്രോഗ്രസീവ് ഗ്രന്ഥശാല. കെ ഹൃദയകുമാർ, ജയചിത്ര, ടി ബിജു, ലെവൻ, പി സുരേഷ്, ടി വിശ്വനാഥൻ, ടി രാജു, ബി മനോഹരൻ, ഷബ്ല നൌഷാദ്, എസ് ശാലിനി, പുഷ്പജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കുന്നത്തൂരിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുന്നത്തൂരിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എങ്ങനെ വില തടയാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞു. അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. മാർക്കറ്റിൽ ഇറങ്ങിയാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസം തോറും കുതിച്ചുയർന്ന വില വർധനയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം എന്ന വാക്കുപോലും മുഖ്യമന്ത്രി ഉച്ചരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് DD സതീശനെ കുറെ തെരുവ് വിളിക്കുക. കാരക്കാട്ട് അനിൽ അധ്യക്ഷത വഹിച്ചു. MV ശശികുമാരൻ നായർ, K കൃഷ്ണൻകുട്ടി നായർ, കാർവളിൽ ശശി, PK രവി, സുഹൈൽ അൻസാരി, ഗോകുലമനിൽ, വൈ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കായംകുളം കൃഷ്ണപുരത്ത് ബാലോത്സവം സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാലോത്സവം സംഘടിപ്പിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാലോത്സവം സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സൂപ്രണ്ട് ബബിത വാമദേവൻ ബാലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം സാർ പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്രബോധം വളരുവാൻ വേണ്ടിയിട്ട് പുതിയൊരു ഇന്ത്യ, പഴയ ആ പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വരണം. ഇടക്കാലത്ത് പരിഷത്ത് ഇത്തിരി ഒന്നും ഇതിന്റെ ആ ആദ്യകാല പ്രവർത്തനത്തിൽ നിന്നും കുറച്ച് വിട്ടു നിന്നാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം വീണ്ടും പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളിൽ ആ അവബോധം വളർത്താൻ എല്ലാവർക്കും ഇടയാകട്ടെ. നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഹരികുമാർ കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് AEO KC ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. മനോജ് പുതിയവിള, നിസാർ പൊന്നാരത്ത്, ഡോക്ടർ ജയന്തി S പണിക്കർ, ജയദാസ്, ഡേവിഡ് ജോൺ, ഗീതാകൃഷ്ണൻ, ത്യാഗരാജൻ, ഷാമില, ഓമനക്കുട്ടൻ, അനിൽകുമാർ, NK ആചാരി, ഷീജ പ്രസന്റ് എന്നിവർ പങ്കെടുത്തു. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ബാലോത്സവത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവ നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യം. ഭാര്യയെ ഭർത്താവും അനുജനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഇരുവരെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്താകോട്ടയിൽ ഗൃഹനാഥൻ തൂങ്ങിമരിച്ച സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകി. ശാസ്താകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ഷാജഹാന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മരണത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M രാജീവ് പതാക ഉയർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ